ഹായ് ഹലോ എല്ലാവർക്കും ക്വിസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ പറ്റി പഠിച്ചാലോ? തുടങ്ങാം. കേരളത്തിൽ നിലവിൽ 6 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. PSC ഉത്തരസൂചിക പ്രകാരം 5. ഓരോന്നിനെ പറ്റിയും വിശദമായി നോക്കാം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമായ ഇരവികുളം ദേശീയോദ്യാനത്തെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. 1978 ഇത് രൂപീകൃതമായത്. ദേവികുളം താലൂക്ക് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 97 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം. ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, വരയാടുകളാണ്. വരയാടിന്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രഗസ് ഹൈലോക്രിയസ് എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ ഫെർണേറിയം നിലവിൽ വന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. അതുപോലെ ലക്കം വെള്ളച്ചാട്ടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാടിന്റെ ദേശീയ മൃഗമാണ് വരയാട് എന്ന കാര്യം ഓർക്കുക. കേരളത്തിന്റെ ദേശീയ മൃഗം എന്താണെന്ന കാര്യം കമന്റ് ചെയ്യണേ. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ടുള്ള പെരിയാർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏലം കുന്നുകളുടെ മധ്യത്തിലായാണ്. 1982 ഇത് രൂപീകൃതമായത്. പീരുമേട് താലൂക്ക് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ കടുവകൾക്കും ആനകൾക്കും കാട്ടുപോത്തുകൾക്കും പ്രശസ്തി ആർജിച്ച പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം കോട്ടമലയാണ്. ഏകദേശം 2019 മീറ്റർ ഉയരം ഇതിനുണ്ട് എന്ന കാര്യം കൂടി ഓർക്കണേ. സൈലന്റ് വാലി നാഷണൽ പാർക്ക് കേരളത്തിലെ നിത്യഹരിത വനം, ഏറ്റവും വലിയ മഴക്കാട്, ഏക കന്യാവനം എന്നീ പേരിൽ അറിയപ്പെടുന്ന ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഏക നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. ഇത് സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട് താലൂക്ക് പാലക്കാട് ജില്ലയിലാണ്. 1984 ഇതിനെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രാജീവ് ഗാന്ധി 1985 സെപ്റ്റംബർ 7 നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള ഈ ദേശീയോദ്യാനം മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിന്റെ 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ടാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ 2012 ഇടം നേടിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് ഇവിടെയാണ്. മക്കാക്ക സൈലനസ് എന്നാണ് സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം. സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളർ, കുരുമ്പർ എന്നിവർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ഇത് രണ്ടും തെറ്റാതെ ഓർക്കണേ. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുറുത്തി ദേശീയോദ്യാനം. ആനമുടിച്ചോല ദേശീയോദ്യാനം 2003 ദേവികുളം താലൂക്ക് ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥാപിതമായത്. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളാണ് ഇടിവര ചോല റിസർവ്, പുല്ലാരടി ചോല റിസർവ്, മന്നവൻ ചോല റിസർവ് എന്നിവ. ഈ നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ചോലവനങ്ങളുടെ സംരക്ഷണത്തിനായി 2003 നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് മതികെട്ടാൻ ചോല. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉടുമ്പൻചോല താലൂക്കിലാണ്, ഇടുക്കി ജില്ല. ഇവിടുത്തെ ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. അതുപോലെ മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് പന്നിയാറിന്റെ പോഷക നദികളായിട്ടുള്ള ഉച്ചിൽക്കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ എന്നിവ. അവസാനമായി പാമ്പാടും ചോല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഏകദേശം 1.32 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഇതിന് വിസ്തീർണമുള്ളൂ. 2003 നിലവിൽ വന്ന ഈ ദേശീയോദ്യാനം ദേവികുളം താലൂക്ക് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതോടുകൂടി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബായ്.